പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇത് കണ്ണൂർ പലഹാരത്തില് മെയിൻ ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ഇവിടെ ഇറച്ചി വട എന്ന് പറയാ. കണ്ണൂർ തന്നെ പല പേരുണ്ട് ഇതിന്. ഇറച്ചി വട, ഇറച്ചി പത്തില്, അങ്ങനെയൊക്കെ കുറെ പേരുണ്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിട്ട് 4 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പച്ചമുളക് ഇഞ്ചി ചതച്ചിട്ട് എടുക്കണേ. ശേഷം ഒരു ചൂടായ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏത് വെജിറ്റബിൾ ഓയിലും സാരമില്ല കേട്ടോ. ശേഷം ഈ വെജീസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക. അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഐറ്റം റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് ആട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴക്കില്ല, അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അത്ര ഡ്രൈനസ് വേണ്ട, വല്ലാണ്ട് അങ്ങ് കുഴനവും ചെയ്ത് ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ലാസ്റ്റ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മള് സവാള നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ആ പൊടികളെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ആണ്. അത് ചെറുങ്ങനെ ഒന്ന് പിച്ചിയിട്ടിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ ആ ബോൾസ് ആക്കിയിട്ടുള്ള ആ മിക്സ് ഒന്ന് പരത്തി എടുക്കണേ. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് 2 ഇറച്ചിവട ചുടാൻ കഴിയാൻ. ഞാൻ ഇപ്പൊ ഇങ്ങനെയാട്ടോ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നമ്മൾ മലബാറിലൊക്കെ സ്നാക്സ് ആയിട്ട് ഇറച്ചിവട എന്നറിയപ്പെടുന്ന ഈ ഒരു ഷേപ്പിലാണേ. ഇതിനി ഒരു ചൂടായ പാനിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഒരു 2-3 മിനിറ്റ് വേണ്ട കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ ഇറച്ചി വട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള സ്നാക്സ് ആണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.